ഹായ്, അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ പേര് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കറുത്ത ഐക്കണിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാത്തതിൻ്റെ വീഡിയോ ആണ് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റോറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആരെങ്കിലും അത് കാണാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്തിട്ട് വരൂ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് പറഞ്ഞത്. അന്ന് നമ്മൾ അങ്ങനെ സ്കാൻ റിപ്പോർട്ടും കൊണ്ട് ചെന്നപ്പോൾ കാരിയോടൈപ്പിക് ടെസ്റ്റ് അമ്നോസിന്തസിസിനായിട്ട് നമ്മളടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അത് ചെയ്യാൻ പോകാനായിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. അമ്നോസിന്തസിസ് വെച്ചാൽ നമ്മുടെ യൂട്രസിനുള്ളിൽ കുഞ്ഞ് കിടക്കുന്ന കുറച്ച് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്, ആ ഒരു വെള്ളം അത് കുത്തിയെടുത്ത് പരിശോധിക്കുന്നതിനാണ് അമ്നോസിന്തസിസ് എന്ന് പറയുന്നത്. ഞാനിതൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങളും ഇത് ഇങ്ങനെ ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കരധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവർക്കും ഇത് ഭയങ്കരധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യാൻ SAT CDC തന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറയുകയുണ്ടായി. അങ്ങനെ നമ്മൾ CDCയിൽ പോയി. അപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. നമ്പർ തന്നു, വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, അപ്പോയിൻമെൻറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എനിക്ക് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ വിളിച്ചപ്പോൾ ഡേറ്റ് ഒത്തിരി ലേറ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ഉടനെ ചെയ്യാൻ വേണം. അപ്പോൾ ഒത്തിരി ലേറ്റാക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹിന്ദു ലാബ് എന്ന് പറഞ്ഞൊരു ലാബുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ആ മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ട് റോഡിൻ്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഹിന്ദു ലാബുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, നമ്മളെ ഫയലൊക്കെ വാങ്ങിച്ച് നോക്കി, എല്ലാ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കി. എന്നിട്ട് ആദ്യം നമുക്കൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇത് വലിയൊരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇത് ചെയ്യണോ വേണ്ടേന്ന് നമ്മൾക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ നിങ്ങൾക്ക് പ്രശ്നം ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനിലൂടെ ഫുൾ ഡെലിവറി വരെ പോവേണ്ടി വരും. അതായത് ഇനി പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നമുള്ള കുഞ്ഞാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഡെലിവറി കഴിയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നാൾ ഈ ഒരു നമ്മൾ ആ ഒരു ടെൻഷനുള്ളിൽ വെച്ച് നിൽക്കുന്നതിനെക്കാട്ടിലും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി പതിയെ ആലോചിച്ചിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കാരിയോടൈപ്പിംഗ് ടെസ്റ്റിന് പോണത് ഏപ്രിൽ 18ആണ്. ഇത്ര കറക്റ്റായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നതിൻ്റെ കാര്യം, അന്ന് ചേട്ടൻ്റെ വൈഫും ആളും ഹോസ്പിറ്റലിൽ ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ആയത് 18-ാം തീയതി ആയിരുന്നു. അപ്പോൾ എനിക്കത് കറക്റ്റ് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഏപ്രിൽ 18-നാണ് പോണത്. അങ്ങനെ ഏപ്രിൽ 18-ന് പോയി പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോയി. ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ. എന്തോ ഒരു അബോർഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഞ്ചക്ഷനായിരുന്നു. അപ്പോൾ അതെടുത്തു കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിന് ശേഷം അവിടെ ഇരുന്നു കേട്ടോ. ഇരുന്നതിന് ശേഷം നമ്മൾ ആ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു സർജറി ചെയ്യുന്ന ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഇതെങ്ങനെയാണ്, വേദന എടുക്കുമോ, പെയിൻഫുള്ളാണോ, ഭയങ്കര അധികം ടെൻഷനായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ ഒരു വേദനയേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയില്ലെങ്കിൽ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ഗൗണൊക്കെ ഇടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു സിറിഞ്ച് വെച്ചിട്ട് ഈ അമ്നോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തരിപ്പ് പോലെ ഒരു ചെറിയൊരു പെയിൻ വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറയും, അനങ്ങരുത്, ഒരു ആഴ്ച ഫുള്ള് റെസ്റ്റ് എടുക്കണം, നടക്കരുത്, സ്റ്റെപ്പ് കയറുക, വെയിറ്റ് എടുക്കുക, അങ്ങനെ ഫുള്ള് എല്ലാം നമ്മളടുത്ത് പറഞ്ഞു തരും. കാര്യം അത്രയും വലിയൊരു പ്രൊസീജിയറാണ് ഇത്. കുഞ്ഞ് കിടക്കുന്ന ആ ഒരു ഇത് കുത്തിയെടുക്കുന്നത്. അപ്പോൾ അത്രയും കെയർഫുൾ ആയിരിക്കണം എന്ന് നമ്മളോട് പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് ആ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടില്ല. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം അവിടെ മറ്റൊരു റൂമുണ്ട്, ആ റൂമിലേക്ക് കിടത്തി കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം കിടന്നതിന് ശേഷം വീട്ടിൽ പോയിട്ട് പിന്നെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ജാൻ ബേബി ഉണ്ടായത് കേട്ടോ. ഏപ്രിൽ 19 അതേ ദിവസമാണ് പങ്കുൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ട് എനിക്കിത് ഈ ഡേറ്റുകളൊക്കെ കറക്റ്റ് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞു പിന്നെ കുറേ നാൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ്
എനിക്ക് റിസൾട്ട് വരുന്നത് കേട്ടോ. റിസൾട്ട് വന്നപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വിഷയവും ഇല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമായി. ഇത് അത്രയും ദിവസത്തെ കാത്തിരിപ്പെന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അധികം ടെൻഷനായിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അഞ്ജു എന്ന് പറയുന്നത്. അപ്പോൾ അവളും എന്നെപ്പോലെ അതേ രീതിയിൽ പ്രൊസീജിയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവൾക്കാണ് ആദ്യം വന്നത് റിസൾട്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വന്നത്. അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത് സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം എനിക്കും വന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. അത്രയും നാൾ നമ്മളിങ്ങനെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ടെൻഷനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി. ഇനി പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, കഴിഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ദിവസങ്ങൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അറിയിപ്പായി, പൊങ്കാലയായി, അങ്ങനെ തിരക്കുകളാണ്. പിന്നെ വിഷയങ്ങളൊന്നുമില്ല. ഫുഡൊക്കെ കഴിക്കുന്നു. പക്ഷേ ടാബ്ലറ്റൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഇച്ചിരി മടിയായിരുന്നു. അതിൻ്റെ ടാബ്ലറ്റ് കാൽസ്യത്തിൻ്റെയൊക്കെ കഴിക്കുമ്പോൾ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതൊക്കെ കുറച്ച് മടിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കും, പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഫുഡ് എടുക്കുമ്പോൾ എനിക്ക് വൊമിറ്റ് ടെൻഡൻസി വരുമായിരുന്നു. അങ്ങനെയായിരുന്നു. പാല്, മുട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ചിക്കൻ, അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കണം എന്ന് തോന്നുന്ന സാധനം മാത്രമേ കഴിക്കാൻ പറ്റൂ. അല്ലാത്തത് എനിക്ക് ഒട്ടും പറ്റില്ല. തൊണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ തിരിച്ച് റിട്ടേൺ വരുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സ്കാന് എടുക്കുന്നത് 30ാമത്തെ വീക്കിലാണ് കേട്ടോ. 30ാമത്തെ വീക്കിൽ സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ തല ചെറുത്, ബോഡി വലുതായിട്ടുള്ളൊരു കണ്ടീഷനാണെന്നാണ് അന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെയ്റ്റും 30ാമത്തെ ആഴ്ചയിൽ തീരെ കുറവായിരുന്നു. 1245 അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയ്റ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കാണിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കുഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര അധികം സങ്കടമായി. അതിനുശേഷം പിന്നെ കുഞ്ഞിന് ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പീഡിയാട്രിക്കിൽ പോയിട്ട് സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളോട് അടുത്ത സ്കാനിങ് വെയിറ്റ് കുറവായതുകൊണ്ട് ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ മറ്റോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സ്കാൻ എടുത്ത് നോക്കണം വെയിറ്റ് കൂടുന്നുണ്ടോ. പിന്നെ വെയിറ്റ് കൂടാനായിട്ടുള്ള പ്രോട്ടീൻ പൗഡറും അമ്നോട്ടിക് ഫ്ലൂയിഡൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു പൊടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി കേട്ടോ. പിന്നെ നെക്സ്റ്റ് എടുക്കുന്നത് അവിടെ നിന്ന് ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളെ CDCയിൽ തന്നെ സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ സ്കാനിൽ പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ അവിടെ എടുത്തപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടീഷനല്ല. തല ചെറുത്, ബോഡി വലുത്, അങ്ങനെയല്ല, നോർമലായിരുന്നു. പക്ഷേ ബേബിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു. 1470 അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഒരു 33 വീക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും വെയിറ്റ് താരതമ്യേന കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ വെയിറ്റ് കൂടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയതായിട്ട് ഷുഗറിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കുറച്ച് മധുരമൊക്കെ കുറയ്ക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ കുറച്ച് ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി ലെങ്തായി പോകുന്നതുകൊണ്ട് അത് ഞാനൊരു 3rd പാർട്ടിൽ ഈ ഒരു ഫുൾ ഡെലിവറി സ്റ്റോറി ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാനൊരു മടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് ഞാൻ നന്നായിട്ട് ഡെലിവറി സ്റ്റോറി ഫുള്ള് ആ ഒരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.